സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. കേസ് ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ ടെക്കംബോസും കാര്യങ്ങളും സിറ്റിയില്ല, നമ്മുടെ ടെക്കംബോസും കാര്യങ്ങളും വേറൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ മാൻഷൻ 3 കേസ്, മാൻഷൻ ബീച്ച് സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മാൻഷൻ ബീച്ച് സൈഡിൽ. അപ്പം ഇവിടെ ഏകദേശം നമുക്കൊരു അരമണിക്കൂറെങ്കിലും എടുക്കും കേസ് ഇവിടെ നിന്ന് പോകാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണികളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ പൈസ ഏകദേശം തീരാറാകുമ്പോൾ ടെക്കംബോസ് നമുക്ക് മിനിറ്റിന് $3000 കോഗീസ് നമ്മുടെ എല്ലാ മാൻഷനിലും ഇട്ട് തരും. എന്ന് വെച്ചാൽ ഈ ബീച്ച് സൈഡ് മാൻഷൻ, മറ്റേ മാൻഷൻ, അങ്ങനെയുള്ള എല്ലാ മാൻഷനിലും ഇട്ട് തരും. ഒക്കെ സെറ്റാണ് കേട്ടോ. നമ്മുടെ ടെക്കംബോസ് ഒരു ആൾ നല്ലൊരു നന്മയോളിയാണ്. അപ്പം നമ്മുടെ പുതിയൊരു പാർട്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ദ ബേബി ഇൻ യെല്ലോ എന്ന് പറയുന്ന, എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി വാച്ച് ചെയ്യണം. അടിപൊളിയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവരും പറഞ്ഞു കൊള്ളാമെന്ന്. സോ എൻ്റെ മണ്ടയിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ചാടി. അപ്പം നമ്മൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു BMW ഈ ഒരു ബെൻസും നമുക്ക് ടെക്കംബോസ് തന്നെയാണ്. ഈ ഒരു ഇലക്ട്രിക് കെ വി നമ്മുടെയാണ്, ബട്ട് ഈ ഒരു ഓറഞ്ച് റോൾസ് റോയ്സും നമ്മുടെ ടെക്കംബോസ് തന്നെയാണ്. ടെക്കംബോസ് ചുമ്മാ ഉള്ള ഒരാളല്ല, നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി. ടെക്കംബോസ് ഇനിയും നമുക്ക് കുറേ കാറുകൾ തരാനുമുണ്ട്. ഗേസ് തരുമെന്ന് പറഞ്ഞു, തരാനുമുണ്ട് ഗേസ്. അല്ലാതെ ടെക്കംബോസ് തന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇതിൽ ആ ഒരു വേറൊരു സ്പോർട്സ് BMW ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു റയറാണെന്നൊക്കെ. സോ ആ BMW ആണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. പിന്നെ കേസ് വേറൊരു റാപ്റ്റർ മോഡലുണ്ട്, അതും സെറ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹീറ്റ് കാര്യങ്ങൾ വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കാർ ഹീസ്റ്റ്, അത് ഇവിടെയല്ല, മെയിൻ സിറ്റിയിൽ ഒരു അടിപൊളി ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ഒരു സെറ്റ് ഒരു വണ്ടിയാണ്. വണ്ടി ഏതാണ് നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഗസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അടുത്ത വീഡിയോ പറയാം, ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയാം, ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞാൽ പോരെ. ജസ്റ്റ് ഒരു അടിപൊളി വണ്ടിയാണ്. ആ ഒരു വണ്ടി കയറി ഹീസ് ചെയ്താലും അത്യാവശ്യം ഒരു റെയർ വണ്ടിയാണ് ഗൈസ്. ഈ ഒരു സിറ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ലൈക്ക് അത്രയ്ക്ക് ബില്യണേഴ്സിൽ എന്ന് വെച്ചാൽ നമ്മുടെ ടെക്കംബോസിലൊക്കെ കാണും, 1, 2, 3 ഒക്കെ കാണും. ബട്ട് നമ്മുടെ ടെക്കംബോസിൻ്റെ ഒറിജിനൽ ഗ്യാരേജ് നമ്മൾ പോയിട്ടില്ല. ഒരു ദിവസം പോകും കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ റോൾസ് റോയ്സ് നെക്സ്റ്റിന് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് എനിക്കെന്തായാലും ആ ഒരു രീതിയിലൊന്ന് നോക്കണം. മീൻസ് എന്ന് പറയുമ്പം നമ്മൾ എന്തായാലും ഒരു നൈറ്റ് കാണുന്ന സമയത്ത് സിറ്റിയിലോട്ട് പോകുന്നതാണ് കേട്ടോ. ആ ഒരു സിറ്റിയിലോട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പം പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഈ ലക്ഷറി കാർസ് ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഫസ്റ്റ് നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്ന കോമൺ കാർസ് ആയിട്ട് പോകുന്നതാണ്. അപ്പം നമ്മുടെ ലുക്ക് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ലുക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹീസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ലുക്ക് മസ്റ്റായിട്ട് മാറ്റുന്നതാണ്. സോ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് റോൾസ് റോയ്സ് എടുത്തിട്ട് നമ്മുടെ മാൻഷനിലോട്ട് പോകാം കേട്ടോ. ഇത് റോൾസ് റോയ്സ് കളിച്ചാലാണ്. ഈ റോൾസ് റോയ്സ് എത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചേച്ചി എന്തായാലും കമൻറ്റ് ചെയ്യണം. എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോസിന് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം, ബട്ട് ലൈക്കില്ല. മാക്സിമം ലൈക്ക്, ടു ഷെയർ, ടു സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മുടെ മാൻഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ താഴെയാണ്. ഓക്കെ ഇതാണ് കേസ് നമ്മുടെ ഫസ്റ്റത്തെ ഏഴ് മാൻഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റ് ടൈമിലാണ് കേസ് നമ്മൾ പോകുമെന്ന് പറഞ്ഞത്. നമ്മളെന്നാലും പോകും കേട്ടോ, അത് ഉറപ്പാണ്. ശരി, നിങ്ങളൊന്ന് നൈറ്റ് ആവട്ടെ. ടെക്കംബോസിൻ്റെ പൈസയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മാൻഷൻ 3 പരിപാടിയും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാൻഷൻ 3 പരിപാടി നടക്കട്ടെ. ഓക്കെ, ഹാപ്പിയാണ്. നമ്മൾ കേസ് ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ ഫുൾ ഓട്ടത്തിലാണ്. അഥവാ ഉറങ്ങിയിട്ടുള്ള സമയം എന്ന് പറയുമ്പോൾ വണ്ടിക്കകത്ത് അങ്ങനെന്തോരാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ട് എണീക്കാൻ നേരത്ത് എന്തായാലും അത്യാവശ്യം നൈറ്റ് ആവും. ആ ഒരു സമയത്ത് എന്തായാലും നമുക്ക് പോവാം. അപ്പം നമുക്കെന്തായാലും ഉറങ്ങി എണീച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഓണായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ GPS കാര്യങ്ങളും ഓണായിട്ടുണ്ട്. നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉറങ്ങണതിന് മുമ്പ് ഫോണിൽ വിളിച്ച് നമ്മുടെ ഫ്രണ്ട് വഴി നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ബെൻസിലാണ് കേട്ടോ. ഈ ഒരു ബെൻസ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഉള്ള ബെൻസൊന്നുമല്ല. നമുക്ക് എന്തായാലും എൻ്റെ കളർ, ഞാൻ ഒറിജിനൽ കളർ ഓക്കെ തരണം, ഒരു ബ്ലൂ നേവി കളറാണ്, സെറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെൻസ് എടുത്തോണ്ടാണ് ഗീസ് പോകുന്നത്. പുലർച്ചെ ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോകാം കേട്ടോ ഗ്യാസ്. കാരണം എന്ന് പറയുമ്പം വണ്ടി ഏത് സമയവും വണ്ടിയുടെ ഓൺ റോഡിൽ നിന്ന് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ പിന്നെ പെടും.
ഇത്ര ഹാർഡ് വർക്ക് ചുമ്മാ ഇപ്പം ഗൈസ് ആ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നല്ലൊരു റെയർ കാറാണ്. അത് അത്യാവശ്യം വലിയ പൈസയൊന്നും ഇല്ലെങ്കിലും ബട്ട് റെയറാണ്. നമ്മളെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. എന്നാലും നമ്മൾ ടക്കംബോസിനൊക്കെ വാങ്ങാൻ കഴിയും. ടക്കംബോസിനെ വിചാരിച്ച് നമുക്ക് തരാനൊക്കെ പറ്റും. ബട്ട് പുള്ളിക്കാരൻ എത്രയെന്നും പറഞ്ഞ് നമ്മളങ്ങനെ ഇതാക്കും. പുള്ളിക്കാരൻ നമുക്ക് ഇപ്പോൾ തന്നെ കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബില്യൺസിനകത്ത് പുള്ളിക്കാരൻ സഹായം ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു ഇതുണ്ട് പോയി കാർ ഡീലർഷിപ്പ്. നമുക്ക് എന്തായാലും വരണ വഴിക്ക് എന്തായാലും അറിയില്ലെന്നാണ് രാവിലെ കാണിച്ചത്. ഇപ്പം ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. ഒരു പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് പാർക്കിംഗ് ഏരിയ കാണാം. ഓക്കെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ കാണുന്നുണ്ട്. ഇവിടെ ആയിരിക്കാം. ഇവിടെ മണ്ടയിൽ എങ്ങോട്ടെങ്കിലും കയറാൻ നേരത്ത് കാണാൻ കഴിയുമായിരിക്കും. ഇവിടെ ബെൻസ് സീനൊന്നുമില്ല. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബെൻസ് അടുത്ത് എന്തായാലും ഇങ്ങോട്ട് നൈസിനെ ഒതുക്കിയിട്ടിട്ട് എടാ ഇവിടെ ഇങ്ങനൊരു സിറ്റി ഉണ്ടോ, മാൻഷൻ ഉണ്ടോ? അത് നമുക്ക് എന്തായാലും പോകുന്നിടത്ത് കാണാം. ഇപ്പം ഏകദേശം പുലർച്ചെ വരുന്നുണ്ട്. അത് സീനില്ലായി. ഇനിയിപ്പോൾ വലിയ സീനൊന്നുമില്ല. നമ്മൾ കാറ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാർ ചെയ്യേണ്ട കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് നിർത്തിയിട്ടിട്ട് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട് ഗീസ്. ഓക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള GPS കാര്യങ്ങളും ജസ്റ്റ് എന്തായാലും എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ കളറും കാര്യങ്ങളും ജസ്റ്റ് എന്തായാലും മാറ്റണം. നമുക്ക് എന്തായാലും ഇങ്ങോട്ടിട്ട് കളർ മാറ്റാം. ഏത് കളർ വേണം? വൈറ്റ്, റെഡ് ഒക്കെയാണ്, പിങ്കാ? ഓക്കെ ഈ ഒരു കളർ ചോയ്സ് ഉണ്ട്. ഈ ഒരു കളർ ഓക്കെ. ഈ ഒരു കളർ നല്ലൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനൊരു മാൻഷൻ അതിന് മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഗൈസ് നമ്മൾ ഇങ്ങനൊരു മാൻഷൻ മുമ്പൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മാൻഷനിലോട്ട് ജസ്റ്റ് എന്തായാലും പോവാം. മാൻഷൻ്റെ റോഡ് കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫണ്ണായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് എന്തായാലും ചിരിക്കണം, ഇമോജി ഇടണം. ഞാനാണെങ്കിൽ കണ്ടത് ഈ അടുത്തായിട്ടാണ്. നമുക്ക് നേരെ പോയിട്ടൊരു ലെഫ്റ്റ് നോക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ പോയിട്ട് ലെഫ്റ്റ്. ഒക്കെ നേരെ പോയി ലെഫ്റ്റ് കണ്ടായിരുന്നു. നേരെ തന്നെ ആയിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, ഇത് ഏവൻ്റെ ബ്രാൻഡിനാണ് ഗൈസ്. ഞാനാണെന്ന് എനിക്ക് സീരീസിലി അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത വെബ് സീരീസിൽ, ഇത് നമ്മുടെ കണ്ടിന്യൂസ് വെബ് സീരീസാണ്. നമ്മുടെ അടുത്ത വെബ് സീരീസിൽ പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് എന്നാലും മീറ്റ് ചെയ്യാം. ടക്കംബോസായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇനിയിപ്പോൾ ടക്കംബോസിനെ അറിയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഒരു വെബ് സീരീസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. നമ്മൾ പുതിയൊരു ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം